പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല മഴ സമയമാണ്. മഴ സമയത്ത് നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികളും അതുപോലെ പച്ചക്കറികളും എല്ലാം വെള്ളത്തിലിങ്ങനെ നിൽക്കും. വെള്ളക്കെട്ടുകളാണ് അല്ലേ. അപ്പം ചട്ടിയിലൊക്കെ ധാരാളം വെള്ളം വീണിട്ട് ഇതൊക്കെ അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ചില ചട്ടിയിലൊക്കെ മണ്ണ് നല്ല തിക്കായിട്ടിരിക്കുകയും വെള്ളം പോകാനുള്ള ഒരു ഹോളൊക്കെ അങ്ങ് അടഞ്ഞു പോകും. നീർവാഴ്ചയില്ലാതെ മണ്ണിലിങ്ങനെ ഇരിക്കുകയും ചെടി അഴുകി പോവുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ചെടി ഇതുപോലായിരിക്കും. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞ് വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങളെയൊക്കെ കാണിച്ചു തരാം. കണ്ട, ഇപ്പോൾ പൂഴിയും ചകിരി കമ്പോസ്റ്റും ഒക്കെ ഇട്ട മണ്ണാണ് ഈ മണ്ണ്. കണ്ട, ഇതങ്ങ് തിക്കായിട്ടിരുന്നിട്ട് വെള്ളം വാർന്നു പോകത്തില്ല. ചെടിയുടെ ഹോളുള്ള ചട്ടിയായത്, നല്ല ഹോളുണ്ട്. അപ്പോൾ ആ ഹോളൊക്കെ അടഞ്ഞിരിക്കുകയാണ് ചെടിയായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെടികൾ ഇനിയിപ്പോൾ ചെടി മാറ്റി വെച്ചാലേ ഇത് റെഡിയാകത്തുള്ളൂ. നല്ലൊരു പെൻറ്റാ പ്ലാന്റാണ്. അപ്പോൾ എനിക്ക് വേറെ പ്ലാന്റ് ഇല്ല, ഇത് നല്ലൊരു നിറവാണിതിന്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ മഴയത്തൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ പലത് കാണും. അല്ലേ പിന്നെ നമുക്ക് വെക്കാനുള്ള അസൗകര്യക്കേടും കാണും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ചെടികളൊക്കെ ശ്രദ്ധിക്കണം. വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഇല്ലാതിരിക്കും. അതുപോലെ ചില സ്ഥലത്ത് വെള്ളക്കെട്ടുകളുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് മാത്രം വെള്ളം ഒഴിച്ചു പോകത്തക്ക രീതിയിൽ പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിലെന്ന് പറയുമ്പോൾ വെള്ളം ഇതുപോലെ വന്ന് മത്സരമായിട്ട് നിൽക്കും. എന്നിട്ട് കുറച്ച് മഴ തോരുന്ന ആ സമയം കൊണ്ട് തന്നെ ഇത് താന്നു പോവുകയും ചെയ്യും. ഇതിന് വലിയ വെള്ളക്കെട്ടൊന്നുമില്ല. അതുപോലെ പച്ചക്കറി നടുന്ന ഗ്രോബാഗാണെങ്കിലും ചെടിച്ചട്ടിയാണേലും ഒക്കെ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ എല്ലാം ഇതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടായിട്ട് പച്ചക്കറികളൊക്കെ പോകും. അതുകൊണ്ട് മാത്രമാണ് ഈ മഴ സമയത്ത് പച്ചക്കറികൾ ശരിയാത്തിരുന്ന് പറഞ്ഞതിന് കാരണം മെയിൻ ഇതാണ്. ഇതിൻ്റെ വളർച്ചയൊന്നുമല്ല, നന്നായിട്ട് വളരുകയും ചെയ്യും, പൂവിടുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ വേര് അഴുകി പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് പച്ചക്കറികളൊക്കെ മഴ സമയത്ത് ചെയ്യാനൊക്കത്തില്ല, അല്ലെ ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വളർച്ചക്കുറവൊന്നുമല്ല. എല്ലാ സമയത്തേക്കാളും നന്നായിട്ട് വളർച്ച ഉണ്ടാകുന്ന മഴ സമയത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. മഴ സമയത്ത് ഈ വെള്ളം കിട്ടുമ്പോഴത്തേക്കിന് അടിപൊളിയായിട്ട് ഇതങ്ങ് വളരും, ആർത്ത് വളരും. കാണുന്നത് നിത്യവഴുതനയാണ്. നിത്യവഴുതന പടർന്ന് പന്തലിച്ച് കയറി നല്ല രീതിയിൽ അത് പടർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതുമഴ, വേൽമഴ കഴിഞ്ഞിട്ട് പിന്നോട്ടുള്ള മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നന്നായിട്ടിത് പടർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം വെയിലൊക്കെ ആയി വരുമ്പോൾ ഇതിന് പൂവിട്ട് കായകൾ ധാരാളം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ചുവട് മണ്ണിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ വെള്ളം ഒലിച്ചങ്ങ് പോവുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാലേ വേര് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ ചെടികളും പച്ചക്കറികളും ഒക്കെ ആർത്ത് വളരും ഈ മഴ സമയത്ത്. വേരുകൾ മാത്രം ശ്രദ്ധിക്കുക. വേരുകൾ വെള്ളക്കെട്ടിൽ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം.